ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. എത്ര പൂക്കൾ, എത്ര ചെടികൾ, അതിൻ്റെ കൂടെ ക്യൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് മൃഗങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ കായ്ക്കുന്ന ഒന്ന് രണ്ട് ഫലങ്ങളും. അങ്ങനെ ഈ ഒരു വീഡിയോ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള വിരുന്നാണെന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര ചെടികളും പൂക്കളും, എത്ര നിറങ്ങളുള്ള പൂക്കൾ, എത്ര വലിപ്പത്തിലും നിറത്തിലും വർണ്ണത്തിലും പറഞ്ഞ പോലെ എല്ലാത്തിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറേയേറെ പൂക്കളുടെ ഒരു സ്നേഹ വിരുന്ന് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. കാശിത്തുമ്പുകളുടെ ഒരു വർണ്ണ വിസ്മയം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പല വർണ്ണത്തിലുള്ളതും എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. അതിൻ്റെ കളറ് എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത പുഷ്പങ്ങളുടെ ഒരു മായാലോകം. അതിൻ്റെ കൂടെ കണ്ടോ നല്ല അടിപൊളി നെല്ലിക്ക. എല്ലാവരുടെയും വീട്ടിലും നാട്ടിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒറ്റ വീട്ടിലാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഉമ്മയും കൂടെ തന്നെയുണ്ട്. ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. ഈ പൂക്കളുടെ വർണ്ണവിസ്മയത്തിൻ്റെ ഇടയിലാണ് ഇവരുടെയും താമസം. ഇതുകൂടാതെ വേറെയും പല വർണ്ണക്കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഈ പൂക്കളുടെ എല്ലാം ഭംഗി കണ്ട് ആസ്വദിക്കാൻ ഒരു ദിവസം ഇവിടെ പോകണമെന്ന് ഞാൻ ഇപ്പോഴേ വിചാരിച്ചിട്ടുണ്ട്. പല പൂക്കളുടെയും ചെടികളുടെയും പേര് പോലും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഭംഗി കാണുമ്പോൾ അത് കാണണം എന്നുള്ള വളരെ അതിയായൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. തെച്ചിയും പിച്ചിയും മന്ദാരവും പേരറിയാത്ത പൂക്കളും, അങ്ങനെ ഇഷ്ടം പോലെ ചെടികൾ ആ വീട്ടിലുണ്ട്. ഇതെല്ലാം ഒരൊറ്റ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര വീടുകളിലുണ്ടായിരിക്കും ഇത്രയേറെ ചെടികൾ. അവയെല്ലാം വളരെ വൃത്തിയായും അതേപോലെ തന്നെ നല്ല മക്കളെ പോലെ സ്നേഹിച്ച് വളർത്തുന്ന ഒരു സുഹൃത്താണ് എൻ്റെ സുഹൃത്ത്. അതുകൊണ്ട് തന്നെ അവയുടെ ദിവസവും രാവിലെ അവയുടെ പുഞ്ചിരി കണ്ടുകൊണ്ടാണ് അവൻ ഉണരുന്നതും, അതേപോലെ തന്നെ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞാണ് അവൻ പോയി ഉറങ്ങുന്നതും. അങ്ങനെ ഒരു വീട്ടുമുറ്റത്തുള്ള ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഈ വിസ്മയ കാഴ്ച കാണിച്ചു കൊടുക്കുക. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ പൂക്കളുടെ മായാലോകം. I begin to